ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫാക്ട്സ് ഓൺലി. ഇന്ന് പീപ്പിൾസ് ചോയ്സിൽ നമ്മുടെ ബഡ്ജറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് പറയുന്നത്. ഇന്ന് ഫെബ്രുവരി 1 മൂന്നാം മോദി സർക്കാരിന്റെ കേന്ദ്ര ബഡ്ജറ്റ് നമ്മുടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതെന്നാണ്. ഏറ്റവും വലിയ പ്രഖ്യാപനം എന്നത് 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക്, അതായത് ഒരു വർഷം 12 ലക്ഷം, ഒരു മാസം 1 ലക്ഷം ശമ്പളം ഉള്ളവർക്ക് വരെ ടാക്സ് നൽകണ്ട എന്നുള്ളതാണ്. അതായത് മാസം 1 ലക്ഷം രൂപ ശമ്പളമുള്ള ആളുകൾക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ല. അതുപോലെ തന്നെ ടാക്സ് സ്ലാബ് റേറ്റുകളിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആ മാറ്റങ്ങളിലേക്ക് ഒന്ന് പോയി വരാം. നമുക്ക് ആദ്യം പഴയ ടാക്സ് റേറ്റിലേക്ക് ഒന്ന് പോയി വരാം. 3 ലക്ഷം വരെ ടാക്സ് ഇല്ല. 3 ലക്ഷം മുതൽ 6 ലക്ഷം വരെ 5% ടാക്സ് റേറ്റും, 6 ലക്ഷത്തിനും 9 ലക്ഷത്തിനും ഇടയിൽ 10%, 9 ലക്ഷത്തിനും 12 ലക്ഷത്തിനും ഇടയിൽ 15%, 12 ലക്ഷത്തിനും 15 ലക്ഷത്തിനും ഇടയിൽ 20%, 15 ലക്ഷത്തിന് മുകളിലായി 30%ആയിരുന്നു ടാക്സ് റേറ്റ്. പുതിയ ടാക്സ് ലൈ പ്രകാരം 4 ലക്ഷം വരെ ടാക്സ് ഇല്ല. 4 ലക്ഷത്തിനും 8 ലക്ഷത്തിനും ഇടയിൽ 5%, 8 ലക്ഷത്തിനും 12 ലക്ഷത്തിനും ഇടയിൽ 10%, 12 ലക്ഷത്തിനും 16 ലക്ഷത്തിനും ഇടയിലുള്ള ഇൻകത്തിന് 15%, 16 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിലുള്ള ഇൻകത്തിന് 20%, 20 ലക്ഷത്തിനും 24 ലക്ഷത്തിനും ഇടയിലുള്ള ഇൻകത്തിന് 25%, 24 ലക്ഷത്തിന് മുകളിലായിട്ടായി 30%മാണ് ടാക്സ് റേറ്റ്. മുൻ ടാക്സ് നിരക്ക് പ്രകാരം 7 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ആളുകൾക്ക് ടാക്സ് ഒടുക്കേണ്ടിയിരുന്നില്ല. ആ പരിധി 12 ലക്ഷമായി ഇത്തവണ ഉയർത്തി. 13 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ 95,000 രൂപ ടാക്സായി അടയ്ക്കേണ്ടിയിരുന്നു. അത് 63,750 കുറഞ്ഞു. 14 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ 1,15,000 ടാക്സ് ഇനത്തിൽ അടയ്ക്കേണ്ടിയിരുന്നത്. ആ തുക 78,750 കുറഞ്ഞു. 15 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ 1,35,000 രൂപ അടയ്ക്കേണ്ട സ്ഥാനത്ത് ഇനി മുതൽ 93,750 രൂപ അടച്ചാൽ മതി. 16 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ 1,57,500 രൂപയായിരുന്നു ടാക്സായി അടയ്ക്കേണ്ടിയിരുന്നത്. അത് ഇനി മുതൽ 1,08,750 കുറഞ്ഞു. 17 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ 1,87,500 രൂപ ടാക്സായി നൽകേണ്ടിയിരുന്നു. ആ തുക 1,25,000 കുറഞ്ഞു. 18 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ 2,17,500 രൂപയായിരുന്നു ഒരു വർഷം ടാക്സായി നൽകേണ്ടിയിരുന്നത്. അത് 1,45,000 കുറച്ചു. 19 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ 2,47,500 രൂപയായിരുന്നു ഒരു വർഷം ടാക്സായി കൊടുക്കേണ്ടിയിരുന്നത്. അത് 1,65,000 കുറഞ്ഞു. 20 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ 2,77,500 രൂപയായിരുന്നു ടാക്സായി ഒരു വർഷം നൽകേണ്ടിയിരുന്നത്. ആ തുക ഒരു വർഷം 1,85,000 രൂപയായി. സാലറീഡ് എംപ്ലോയീസിനുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 കൂടി കണക്കിലെടുത്താണ് ഞാൻ മേൽപ്പറഞ്ഞ ടാക്സ് നിരക്കുകൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റുള്ള ഡിഡക്ഷനുകളോ എക്സംഷനും അനുസരിച്ച് വേണം നിങ്ങളുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. പുതിയ ആദായ നികുതി ബിൽ അടുത്ത ആഴ്ചയാണ് പാർലമെന്റിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്നത്. പുതിയ ഡിഡക്ഷനുകളും എക്സെപ്ഷനുകളും അവതരിപ്പിക്കുമോ അതോ നിലവിലുള്ളവ എടുത്തു കളയുമോ എന്നുള്ളത് അറിയാൻ വേണ്ടി അടുത്ത ആഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.